അത് ശരി, വീണ്ടും വഴക്കുകൾ ഒരുക്കല്ലേ? ശാരദേ, നീ അകത്തോട്ട് പോ. സൂണവാ, ചോറുമ്പോ അടുത്തുണ്ടല്ലോ എന്റെ കൺട്രോള് പോവും. എനിക്കോ ദേഷ്യം വരും. വയസ്സിന് താലി കഴിഞ്ഞാലേ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഭാര്യമാര് തല കുനിച്ചോളണം. അതാ പുരുഷന്മാരുടെ പ്രത്യേകത. നീ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞോ? പുരുഷന്മാരെ കുറിച്ച് പറയണ്ടല്ലോ. എന്റെ കൈ കിട്ടി. വിട്ടുകൊടുക്കില്ല ഞാൻ. അത്രയ്ക്കായോ കൊള്ളൂ, വിട്ടുകൊടുക്കില്ല. ആഹാ, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അത്രയ്ക്കായോ? എന്തേലും മക്കളെ പ്രശ്നം എന്തേലും പറയേ. താജ്മഹലിന്റെ കാര്യം പറഞ്ഞ് ചിരിച്ചു പിരിഞ്ഞ ആളാ. പിന്നെ കാണുന്നത് ഈ അവസ്ഥയില്. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കണ വല്ലതുമാണോ നടക്കുന്നത്? എന്താ നമ്മൾ വിചാരിക്കും പോലെ നടത്തിയാല്? ഇപ്പൊ ശാരദയും ഭർത്താവും തമ്മിൽ പിണങ്ങാൻ എന്താ കാരണം അറിയില്ല. ഏത് കാര്യമായാലും ഞാൻ ശാരദയുടെ ഭാഗത്തെ നിൽക്കും. നമ്മൾ സ്ത്രീകളെന്നും അടിമകളായി കിടക്കാനുള്ള കാരണം എന്താണെന്നറിയോ? സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെ ആയതുകൊണ്ടാ. ഐക്യമില്ല. മരുമകളുടെ കണ്ണിന് കാണാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മാവനല്ല, അമ്മായിയാ. അപ്പോ സ്ത്രീകൾ ഒറ്റക്കെട്ടാവണം. എന്നാലേ സ്ത്രീ ജന്മത്തിന് മഹത്വം ഉണ്ടാവൂ, വിലയുണ്ടാവൂ. അതെ അതെ. അതുമല്ല, സൂണന്റെ ചില രീതികള് എനിക്ക് അങ്ങോട്ട് പിടിക്കാറില്ല. നേരത്തെ ഞാൻ ഇവരോട് പറഞ്ഞതേ ഉള്ളൂ, ആ കണ്ണട, കറുത്ത കണ്ണട, അത് കള്ള ലക്ഷണമാണ്. അത് മുഖത്തുള്ളപ്പം ആരെയൊക്കെ നോക്കണമെന്ന് നമുക്കറിയാൻ പറ്റൂ. നേരെ വെറുതെ എങ്കിലും ആ കണ്ണട ഒന്ന് മാറ്റാൻ പറഞ്ഞു നോക്ക് ശാരദ. മാറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒന്നും പറഞ്ഞു. എന്താ ചേച്ചി? ഏയ് ഒന്നുമില്ല ശാരദേ. ചേച്ചി പറയാൻ വന്ന എന്താണെന്ന് എനിക്ക് ഏതാണ്ട് മനസ്സിലായി. പക്ഷെ ഞാൻ പറയത്തില്ല. എന്താ ശകുന്തളെ? വേണ്ട, ഒന്നാമത് തീ കത്തുക. ഇനിയിപ്പൊ അതിന്റെ കൂടെ മണ്ണെണ്ണയും കൂടി എടുത്തൊഴിച്ചാലോ? അത് എന്നെ കുഞ്ഞാ ഞാനും പറയണം. കൂട്ടുകാർക്ക് ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിന്ന് പരിഹാരം കാണേണ്ടവരാ നമ്മള്. വേണ്ട ശാരദേ, സാരമില്ല, പൊയ്ക്കോ. അയ്യോ, എന്താ കാര്യം ഒന്ന് പറയല്ലേ ചേച്ചി? ശകുന്തള എന്താ? ഞാൻ ചുമ്മാ പറഞ്ഞത്. പോകുന്നേ. അതെ, ശാരദ പൊയ്ക്കോ. ശാരദേ, ചേച്ചി അല്ല, എന്തോന്നാ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല, ഈ ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങണം നല്ലതല്ല, ഐക്യത്തോടെ ഇരിക്കണം. അത് ഞാൻ പറഞ്ഞതാ. പക്ഷേ സസ്പെൻസ് ഇട്ട് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥമൊക്കെ അങ്ങ് മാറിയല്ലോ. അർത്ഥവും വൃത്തമൊക്കെ മാറിയാനിപ്പോ ഞാൻ എന്തിനായി? അതിരിക്കട്ടെ, കുഞ്ഞെന്താ പിന്നെ മനസ്സിലായെന്ന് പറഞ്ഞത്? അതെന്തോന്നു പറ. അവര് തമ്മിൽ തെറ്റി നിൽക്കുമ്പോ നമ്മളും എന്തെങ്കിലും രണ്ടു വാക്ക് പറയണമല്ലോ. അതുകൊണ്ട് എന്നാലാവുന്ന രീതി പറഞ്ഞതാ. പക്ഷേ ശാരദ തെറ്റായ രീതി എടുത്തെന്നാണ് തോന്നുന്നത്, സുഗുണനെ സംശയിക്കും പോലെ. അയ്യോ, അത് കഷ്ടമായിപ്പോയി. പിന്നെ അല്ലാതെ, കാള പെട്ടെന്ന് കേൾക്കണതിന് ആരെങ്കിലും കയറെടുക്കൂ. ഇനി നമ്മള് എരുതിയിൽ എണ്ണ ഒഴിച്ചതാണെങ്കിലോ? കൊള്ളാം. എരുതിയിൽ വെള്ളം ഒഴിച്ച് കിടത്താൻ നടക്കണ പയറഞ്ചിക്കാരില്ലേ നമ്മള്, പയറഞ്ചിക്കാരി. നാരായണ സർവശക്ത, അവർക്ക് നല്ലത് വരുത്തണേ. നീ കാര്യം പറ, ഈ അമ്മാവനോട് പറ. എന്തിനും ഈ അമ്മാവൻ പരിഹാരം ഉണ്ടാക്കി തരാം. വേണ്ടമ്മാവ, അതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. നോക്ക് സുഗുണ, നമ്മൾ ആണുങ്ങളാണ്, ആണുങ്ങള് വിട്ടുകൊടുക്കരുത്. നോക്ക്, എന്റെ ഫുൾ സപ്പോർട്ട് നിനക്കാണ്. നമുക്ക് ഒറ്റപ്പെട്ടവരുടെ ഒരു സംഘടന ഉണ്ടാക്കണം, ഒറ്റപ്പെട്ടവരുടെ സംഘടന. അതല്ല അമ്മാവ, അത് സുഗുണ പറയുമ്പോ ഒന്നും തോന്നരുത്. നീ ഒരു പെങ്കോന്നനാണെന്നുള്ള തോന്നൽ ശാരദയ്ക്കുണ്ട്, അത് മാറ്റിയെടുക്കണം. ഞങ്ങൾ ഉടക്കും വഴക്കൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒന്നും അവള്. ആര് പറഞ്ഞ്? എടേ നോക്ക്, നീ എന്തു വന്നാലും അങ്ങോട്ട് മിണ്ടാതിരുന്ന് നോക്ക്. ശാരദ ഇങ്ങോട്ട് മിണ്ടുവന്ന് നോക്കാമല്ലോ. എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞോ പറയാതെയോ എന്തോ രഹസ്യം പോലെ. നോക്ക് ശാരദേ, നിങ്ങൾ തമ്മിൽ ഇനി ഒന്നും സംസാരിക്കാനൊന്നും പോണ്ട. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കണ വല്ലതുമാണോ നടക്കുന്നത്? പിന്നെ വേറൊരു കാര്യം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒന്നും പറഞ്ഞു. ഒന്നുമില്ല ശാരദ.
അയ്യോ എന്ത് ശകുന്തള? അല്ല, താജ്മഹൽ കെട്ടാൻ നടന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. താജ്മഹലാ? നീ തെളിച്ച് പറ. അപ്പുറത്തെ സുഗണ്ണേ ശാരദയ്ക്ക് താജ്മഹൽ കെട്ടിക്കൊടുക്കാൻ പ്ലാൻ ഇട്ട് പോലും. താജ്മഹലാ? അതെന്തോന്നു? അയ്യോ, താജ്മഹൽ എന്ന് കേട്ടിട്ടില്ലേ? ലോകാത്ഭുതമാണ് ചേട്ടാ, ലോകാത്ഭുതം. ഷാജഹാൻ ചക്രവർത്തി ഭാര്യയ്ക്ക് വേണ്ടി കെട്ടിക്കൊടുത്തത്. അതാരി ഷാജഹാൻ? കൊള്ളാം. ഷാജഹാൻ എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. ചക്രവർത്തി, മുഗൾ ചക്രവർത്തി. അല്ല, അപ്പൊ ഈ മുകളെന്ന് പറഞ്ഞ? ചേട്ടൻ ചരിത്രം ഒന്നും പഠിച്ചിട്ടില്ലേ? ഇല്ല. കണക്ക് പഠിച്ചിട്ടുണ്ടോ? എവിടെ? അതൊക്കെ പറയാൻ തുടങ്ങിയ വലിയൊരു കഥയാണ്. നീ അതൊക്കെ പോട്ട്. ഈ താജ്മഹലിന്റെ ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി കെട്ടിക്കൊടുത്തതാ താജ്മഹൽ. അങ്ങ് ഡൽഹിയിലാ. ലോകാത്ഭുതവാ. അങ്ങനെ ഒരെണ്ണം ശാരദയ്ക്ക് വേണ്ടി സുഗുണം കെട്ടാൻ പോകുന്നു പറഞ്ഞ് രാവിലെ തറയിലല്ല ശാരദ നിന്നെ. എന്നിട്ടിപ്പോഴോ? ഓ, അത് ശരി. അങ്ങനെ വെല്ലുവിളി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങട്ടെ. എവിടെ പോന്നു ചേട്ടാ? എടി നിക്ക്, ഭക്ഷണം എടുക്കാന്ന്. ഓടിക്ക് ഇനി ഭക്ഷണം കഴിക്കുന്നത് താജ്മഹലിന്റെ സെറ്റപ്പ് ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷം കേട്ടാ. എടി, അവന്റെ ഭാര്യക്ക് താജ്മഹൽ കെട്ടിക്കൊടുത്ത ഞാൻ എന്റെ ഭാര്യക്ക് ഒരു താജ്മഹൽ കെട്ടിക്കൊടുക്കും. എന്ത് എടി, ലോകത്ത് ആരുടെ മുമ്പിൽ എന്റെ ഭാര്യ തല ഉനിക്കാൻ പാടില്ല. ചേട്ടാ പറയട്ടെ ഞാനൊന്ന്. ഈ താജ്മഹൽ എന്ന് പറയുന്നതേ മനസ്സില് ഒന്നും പറയണ്ട. നമ്മുടെ മണിയമേശ്വരി ഉണ്ടല്ലോ, നമുക്ക് വിശ്വസിച്ച് പണിയേൽപ്പിക്കാൻ പറ്റുന്ന മേശ്ശരിയാ. എന്തുവാ, അവിടുന്ന് ഇവിടുന്ന് അപ്പപ്പ കിട്ടുന്ന പണം അങ്ങോട്ട് കൊടുത്താൽ മതി. മേശ്ശരി 3 കയ്യാളും കൂടെ വരും. മര്യാദയ്ക്ക് ഇന്ന് ജോലി ചെയ്യും. മണിയമേശ്വരി നമുക്ക് പണിയേൽപ്പിക്കാന്ന്. എടാ സുഗുണ, ഓടിക്ക് വിചാരിച്ചാലും കെട്ടാൻ പറ്റൂടാ ഒരു താജ്മഹൽ. നീ ആ കുടയും എടുത്ത ഒരു മഴയുടെ ലക്ഷണമുണ്ട്. ഇപ്പൊ തന്നെ മേശ്ശരിയെ കാണണം. എടി, ബിൽഡിങ്ങിന്റെ പ്ലാൻ വരപ്പിക്കണം, അതിന്റെ പെർമിറ്റ് വാങ്ങിക്കണം, അങ്ങനെ ഒരുപാട് ജോലി ഉണ്ടെന്ന്. അയ്യോ ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. എടി നോക്ക്, ഭാര്യ സ്നേഹം കാണിക്കാൻ ആവേശം പൂണ്ടിരിക്കുന്ന ഭർത്താവിനെ നീ തളർത്തരുത്. താജ്മഹൽ കെട്ടിട്ട് ഞാൻ അടങ്ങൂ. സുഗുണൻ ഓടിക്കാൻ അറിഞ്ഞൂടാ. ചേട്ടാ അവിടെ നിന്നേ. ഒന്നും പറയണ്ട ചേട്ടാ, അവിടെ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. എടി, നീ ഒന്നും പറയണ്ട. എടി, ഇന്ന് ആ മണിയമേശ്വരിയെ കണ്ട മഹല് കെട്ടാനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരൂ. എടി നോക്ക്, വേറെ ഏത് കാര്യത്തിന് ഈ ഓടിക്ക ചിലപ്പോൾ മറ്റുള്ളവരും തോറ്റം. പക്ഷേ ഭാര്യ സ്നേഹം അക്കാര്യത്തിന് ലോകത്ത് ഒരു വ്യക്തിക്കും എന്റെ അയലത്ത് നിന്നല്ല 7 അയലത്ത് പോലും വരാൻ പറ്റത്തില്ല. അറിയാം നിനക്ക്? എല്ലാം അറിയാം ചേട്ടാ, അറിയാം. എടി നോക്ക്, നിന്നെ പോലൊരു പതിവ്രത മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്ക് നീ. അറിയാം ചേട്ടാ, അതും അറിയാം. എടി, എന്നിട്ടാണ് അയലത്തുള്ളവർക്ക് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി മകല് കെട്ടപ്പോ കൈയും കെട്ടി ഞാൻ നോക്കിയിരിക്കണോ നീ പറയുന്നത്? നീ പിടിച്ചാവുന്നല്ല. എടി, അങ്ങനെയുള്ള നിനക്ക് വേണ്ടി ഞാനൊരു മകലെങ്കിലും കെട്ടി തരണ്ടേ? പറ ശകുന്തള, അതിനുള്ള കടമയില്ലേ, കടപ്പാടില്ലേ? ഉണ്ടായില്ലേ? രാവിലെ ശാരദയുടെ വീട്ടിലെ ഇഷ്യൂ താജ്മഹൽ, അതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതാ. വലിയ ആഡംബരം ഒന്നും വേണ്ട. ഒരു ലോ കോസ്റ്റ് താജ്മഹൽ ഒരു 3-3.5 സെന്റിനകത്ത് നിൽക്കണം. സഹകരണ ബാങ്കിൽ അപേക്ഷ കൊടുത്താൽ 1 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അപ്പൊ ഞാൻ പറയാറ് നമ്മളെ മണിയമേശ്വരി അടങ്കലേപ്പിക്കാന്ന്. ആര്? മണിയമേശ്വരിയാ? അവൻ കെട്ടിടത്തെ അല്ല, ഉടമസ്ഥനെയും കൂടെ വിഴുങ്ങുന്ന മേശ്വരിയാ. നമുക്ക് ജോണിക്കുട്ടിയെ വിളിക്കാം. നല്ലൊരു മേശ്വരി. ജോണിക്കുട്ടി താജ്മഹൽ പണിയാൻ പോരാ. നീ എന്താ പറഞ്ഞ? അത്ഭുതം, ലോക അത്ഭുതം അല്ലേ? എന്നാ കേട്ടോ, ജോണിക്കുട്ടിക്ക് പണിയിൽ അത്ഭുതം കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ നേരെ മറിച്ച് മണിയമ്മേശ്വരി നോക്കിയാ മതി, കാട്ട ഓടി കാട്ടപ്പുറത്ത് കയറും. അപ്പൊ പിന്നെ പറഞ്ഞോടിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞാൻ പറയട്ടെ, നമുക്ക് ജോണിക്കുട്ടി മേശ്വരി വിളിക്കാം. ജോണിക്കുട്ടി പണിയാൻ പറ്റത്തില്ലെന്ന് താജ്മഹലാണ്. എന്റെ ഭഗവാനെ, അവര് തമ്മില് വളരെ സീരിയസ് ആയിട്ടുള്ള എന്തോ വഴക്കാണെന്നാ തോന്നുന്നത്. ഇത് പിടിച്ചേ. ആയിക്കോട്ടെ. അതിന് ആഹാ, അതിനെന്താണെന്നോ? നമ്മൾ ഇടപെടണം. എന്തിന്? അത് ശരി, സ്വന്തം പെങ്ങളും അളിനും തമ്മിൽ ഉടക്ക്. അതിലിടപെടുന്ന എന്തിനാന്ന് ഞാൻ പറഞ്ഞു തരണോ അല്ലേ? അതെ, പറഞ്ഞു തരണം. നോക്ക് ലീലാവതി, അവര് ഭാര്യയും ഭർത്താവും, അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിലൊക്കെ ഇടപെടുന്നത് മഹാബോറാ. സഹായിക്കാൻ ആളില്ലെന്ന് അറിയുമ്പോഴേ പരസ്പരം താങ്ങുകൾ അയക്കാമെന്ന തോന്നലുണ്ടാവൂ. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായികളാവൂ. നോക്ക്, കൊച്ചുകുട്ടികളെ കണ്ടിട്ടില്ലേ? കേൾക്കാൻ ആളുണ്ടെങ്കിൽ ഒച്ചത്തിൽ കരയും, കരച്ചിലിന് നീളം കൂടും. പക്ഷെ അവര് കൊച്ചുകുട്ടികളല്ലല്ലോ. എന്ന് വെച്ചാൽ തിരിച്ചറിവുള്ളവർ, വിവേകമുള്ളവർ. പിണങ്ങിയെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഓർത്ത് സമാധാനിച്ചേക്ക് കിടന്നുറങ്ങാൻ നോക്കും. എവിടെ പോയി? വേണ്ട, അങ്ങനെ വിളിക്കണില്ല. ശ്രീ സ്വാമി നിശ്രിത ജനപ്രിയദാനശീലേ ശ്രീ വെങ്കടേശ ദയിതേ തവ സുപ്രഭാതം മാതഃ സമസ്ത ജഗതാം മധുകൈടഭാരേ വക്ഷോ വിഹാരിണി മനോഹര ദിവ്യമൂർത്തേ. എന്നെ വിളിച്ചില്ലല്ലേ?
സ്വാമിനി ശ്രുതജനപ്രിയദാന പിണക്കം തീരാനുള്ള സമയം ആവുന്നില്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. എന്നാലും ഒന്ന് വിളിക്കുകയും ചെയ്തുകൂടായിരുന്നു. ശരി. ആ പിണക്കൊക്കെ തീർന്നോ ശാരദേ? ദാ ഈ ചായ അവന് കൊണ്ട് കൊടുക്ക്. വേണ്ട, ചേട്ടത്തിയുടെ കൈ കൊണ്ട് തന്നാൽ മതി. ചെന്നെന്തെങ്കിലും സംസാരിക്കുക. അല്ല അത് ചായ കുടിച്ച് കഴിയുമ്പോ ഗ്ലാസ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടു വാ. ചെല്ല് ഓടി അങ്ങോട്ട്. സുഗുണ, ഇതെന്തോ വെളുപ്പാങ്കാലത്ത് മുറ്റത്ത് വന്നിരിക്കുന്നേ? ആ പുറത്താവേണ്ടവരെപ്പോഴും പുറത്ത് നിൽക്കുന്നതല്ലേ അമ്മാവാ നല്ലത്. ചിലരങ്ങനെ അമ്മാവാ പുറത്തു പോവാൻ വേണ്ടിയേ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി വെക്കും. എന്ന് വെച്ചാ സുഗുണ പുറത്തു ചാടാൻ ആഗ്രഹിച്ചിരുന്ന ആളാണെന്ന് അത് പറയരുത് ശാരദ, അത് പറയരുത്. പറയട്ടെ അമ്മാവാ, പറയട്ടെ. പറയാൻ വേണ്ടി ഒരുമ്പെട്ട് നിൽക്കുന്നവർക്ക് എന്ത് വേണേലും പറയാമല്ലോ. ഒരുമ്പെട്ട് നിൽക്കുന്ന ഞാനല്ല. ആ ഞാനിവിടെ വല്ലതും വിളിച്ച് പറഞ്ഞു പോകും. അമ്മ ഇത് പിടിച്ചേ. ശാരദ ക്ലാസ് എനിക്ക് തോന്നുന്നത് കാര്യം ഏതാണ്ട് ഗുരുതരമാണെന്നാ. സത്യത്തിൽ യഥാർത്ഥ ഉടക്ക് ലീലാവതിയും ഭർത്താവും തമ്മിലായിരിക്കും. അത് ഏറ്റുപിടിച്ചിട്ടായിരിക്കും ഇവര് വഴക്ക് തുടങ്ങിയത്. ആ അത് നേരാ, അങ്ങനെ ആയിരിക്കും. അപ്പൊ അതിനർത്ഥം ലീലാവതി ചേച്ചിയും ഭർത്താവും തമ്മിലാ യഥാർത്ഥ വഴക്കുന്നല്ലേ? പറഞ്ഞു വരുമ്പോ അങ്ങനെ ആയിരിക്കും. വാശിയുടെ കാര്യത്തിൽ ലീലാവതി വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെയാണെങ്കിലേ ഇത് വിവാഹമോചനത്തിലെ അവസാനിക്കും. ചേച്ചി പറഞ്ഞത് നേരാ. ഏർപ്പാട് ചെയ്തു മണിയമ്മേശ്വരിയെ പണിയേപ്പിച്ച്. അല്ല ഞാൻ വിചാരിച്ചാല് ഷാജ്മഹാൾ ഉയരുമെന്ന് അറിയണമല്ലേ? അയ്യോ ഷാജ്മഹൽ അല്ല, താജ്മഹൽ. അപ്പൊ നേരത്തെ നീ ഷാജ് എന്ന് പറഞ്ഞതാ. അത് താജ്മഹൽ കെട്ടിയ ചക്രവർത്തി ഷാജഹാൻ ചക്രവർത്തി. ഇത് തന്നെ ഷാജ്മഹാൾ കെട്ടിയ താജഹാൻ ചക്രവർത്തി. എന്തായാലും ശരി, ഞാൻ ഏറ്റയാണ്. ആ മണിയമ്മേശ്വരിയുണ്ടല്ലോ എല്ലാം ഏറ്റ്. ഒന്നും പേടിക്കണ്ട ഓടിക്ക സാറേ, 2 മാസത്തിനുള്ളിൽ ആ ഷാജ്മഹാൾ ആ മകള് റെഡിയാവും. സാറ് ധൈര്യമായിട്ട് വെക്കുമെന്ന് പറഞ്ഞു. ഇന്ന് പ്ലാൻ വരയ്ക്കാൻ കൊടുക്കണം. നീ മിണ്ടരുത്, നീ ഒറ്റ അക്ഷരം മിണ്ടരുത്. എടി ഓടിക്ക ഒരു കാര്യം ദൃഢനിശ്ചയം ചെയ്ത ദൃഢനിശ്ചയമാണ്. ആ പിന്നെ ഒരു കാര്യം, പുതിയ നിയമം അനുസരിച്ച് ഫ്രണ്ട് ഇന്ന് 3 മീറ്റർ വിടണം. 3 സെന്റ് ഉള്ളതുകൊണ്ട് അത് പറ്റത്തില്ല. പിന്നെ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സാങ്ഷൻ വേണം. അതൊക്കെ ഞാൻ വാങ്ങും. ഈ ഓടിക്കാനുള്ളത് വാങ്ങിച്ചിരിക്കും. ഓടിക്ക തോപ്പിക്കാന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ കെട്ടുപിടി താജ്മഹാൾ. നീ ഒന്നും പറയണ്ട, താജ്മഹാൾ ഞാൻ കെട്ടിയിരിക്കും. എന്താ ശകുന്തള കാര്യം? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണെന്റെ ചേച്ചി. ഇത് അതിലും കഷ്ടം. എന്താ സംഭവം എന്ന് മനസ്സിലായില്ലല്ലോ. രാവിലെ തുടങ്ങിയ കൃപിയാടി കുട്ടി അരുത്. ഞാൻ പല പ്രാവശ്യം കേണപേക്ഷിച്ചിട്ടുണ്ട്. ഇത്തരം മോശം പ്രയോഗങ്ങൾ കേട്ടാൽ പ്രണയാതുരമായി നിൽക്കുന്ന ആളിന്റെ മനസ്സകലും, മനസ്സിടിയും, പ്രേമം പോവും. കിടന്ന് പ്രാറ്റാതെ കാര്യമല്ലോടെ പറകളവാ. കുട്ടി കുട്ടീനെ തല്ലിക്കൊള്ളു, തെറി വിളിച്ചോളൂ. പക്ഷേ അവഹേളനപരമായ ഗ്രാമ്യ പദങ്ങൾ അത് പ്രയോഗിക്കാതിരിക്കൂ. ഇങ്ങനെ എന്റെ വായിന്ന് വല്ല കേക്കേ ഉള്ളൂ കേട്ടാ. കാര്യമല്ല ഉണ്ടെങ്കിൽ പറയാം അങ്ങോട്ട്. കുട്ടി സുഗുണനും ശാരദയും തമ്മിൽ അകന്നു. ആ സുഗുണൻ ഇനി ഒറ്റപ്പെട്ടവനാ. സുഗുണം മാത്രമല്ല ശാരദയും ഒറ്റപ്പെട്ടവളാകും. നമുക്ക് ഈ സ്ഥിതിഗതികൾ എങ്ങനെ നേരിടാൻ ലതകുമാരി? ഈ സ്ഥിതിഗതികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നാണ് ഞാൻ നോക്കണത്. നാശക്കോട്ട ഇങ്ങനെ ഉണ്ടോ മനുഷ്യര്? നടക്കണം. ചായ കുടിച്ച ഗ്ലാസ് ഭാര്യയുടെ കയ്യിൽ തന്നില്ലെങ്കിൽ അതിനർത്ഥം അങ്ങേയറ്റത്തെ വെറുപ്പടിച്ചിട്ടുണ്ടെന്ന് തന്നെ. അങ്ങനെ പിണങ്ങാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? മുമ്പ് അങ്ങനെ വഴക്കം ബഹളം ഒന്നും കേട്ടിരുന്നില്ലല്ലോ. കുഞ്ഞേ, ഈ അഗ്നിപർവ്വതങ്ങൾ പൊട്ടി ഒഴുകുന്നത് എങ്ങനെ?
ആദ്യം ചെറുതായിട്ടൊന്ന് പുകഞ്ഞുകൊണ്ടിരിക്കും. ആ പുക ആരും അറിയില്ല, അറിഞ്ഞാലും അവഗണിക്കും. പെട്ടെന്നൊരു ദിവസം ദാ കിടക്കണം, പൊട്ടിത്തെറിയും ഉരുൾപൊട്ടലും തിളച്ചുമറിയലും ലാവാപ്രഭാവമൊക്കെ ആയിട്ട് കൂലം കുത്തി ഒഴുക്കലും. അപ്പോഴാണ് ലോകം അറിയണത്, ഭഗവാനേ, ഈ കൊച്ചു പർവ്വതത്തിന്റെ ഉള്ളിലും ഇത്രയും തിളച്ചുമറിയായിരുന്നല്ലോ എന്ന്. ആ മനുഷ്യന്റെ കാര്യം അതുപോലെ. മനസ്സ് അഗ്നിപർവ്വതമാണ് കുഞ്ഞെ. പുറത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റൂല പൊട്ടി പുറത്ത് വരണത് വരെ. ഞാൻ പറഞ്ഞല്ലേ, വഴങ്ങി കൊടുക്കരുത്. നോക്ക്, ദൈവം ആദ്യം സൃഷ്ടിച്ച ആരെയാ? അല്ല, ആരെയാ? ആദാമിനെ. അവന്റെ വാര്യയിൽ നിന്നാണ് സ്ത്രീ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ നമ്മുടെ ആശ്രിത. നമ്മൾ പറയുന്നത് കേട്ട് നിൽക്കേണ്ടവൻ. ആണുങ്ങൾ ആജ്ഞാപിക്കേണ്ടവർ, പെണ്ണുങ്ങൾ അനുസരിക്കേണ്ടവൻ. പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കണ്ണിനെ കയം കാണിക്കുന്നത് പോലെയാവും. എടുത്ത് ചാടിക്കളയും. ആ, ആണുങ്ങൾക്ക് രുചികരമായ വിധത്തിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ് ഈ പെണ്ണുങ്ങൾക്ക്. അതിനൊക്കെ കാരണം എന്താ? അല്ല എന്താ? ആണുങ്ങളുടെ വാര്യലിനോടാണ് ഈ സ്ത്രീകുലം കടപ്പെട്ടിരിക്കുന്നത്.